മൈക്രോ SUV വിഭാഗത്തിൽ മാരുതി സുസുക്കി സെപ്റ്റംബറിലാണ് എസ്പ്രസോ അവതരിപ്പിച്ചത്. 3.69 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. ആഭ്യന്തര വിപണിയിൽ ഈ വിഭാഗത്തിൽ അധികം മോഡലുകളില്ല. റെനോ കിഡ്, ഹ്യുണ്ടായി സാൻട്രോ എന്നിവയോട് ചേർന്നുള്ള ഒരു വിലയോടൊപ്പം ഒക്ടോബറിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട 10 കാറുകളിൽ കാർ സ്ഥാനം നേടി. വിപണിയിലെ മിക്ക വാഹനങ്ങളെ മറികടന്ന് കഴിഞ്ഞ മാസം 10,000-ലധികം യൂണിറ്റുകൾ കമ്പനി വിറ്റു. മിനി SUV വിഭാഗത്തിലെ മാരുതിയുടെ ആദ്യ മോഡലിനെ കുറിച്ചുള്ള നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഇതാ. ബലേനോ, എർട്ടിക, വാഗണർ എന്നിവ ഒരുങ്ങുന്ന അതേ പ്ലാറ്റ്ഫോമിലാണ് മാരുതി സുസുക്കി എസ്പ്രസോയെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വാഹനത്തിന്റെ ഘടനയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, പുതിയ ക്രാഷ് ടെസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാനും കാറിനെ സഹായിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. പ്ലാറ്റ്ഫോം ഭാരം കുറഞ്ഞതാണ്. വകഭേദത്തെ ആശ്രയിച്ച് ഏകദേശം 726 മുതൽ 763 കിലോഗ്രാം വരെയാണ് വാഹനത്തിന്റെ ഭാരം. കാറിന്റെ അടിസ്ഥാന പ്ലാറ്റ്ഫോമിലെ പ്ലാറ്റ്ഫോം ആൾട്ടോയേക്കാൾ അല്പം ഭാരം കുറഞ്ഞതും കേറ്റൻ പതിപ്പിനേക്കാൾ 83 കിലോഗ്രാം കുറവുമാണ്. എസ്പ്രസോ മിനി SUV വിഭാഗത്തിലാണ് മാരുതി സുസുക്കിയുടെ വിപണനം ചെയ്യുന്നത്. പുതിയ ശ്രേണിയുടെ ഉദ്ദേശങ്ങൾ വാഹനം ഉചിതമായി നിറവേറ്റുന്നു. പുതിയ രൂപകൽപ്പനയുള്ള ഒരു ഉൽപ്പന്നമായി എസ്പ്രസോ മാരുതി സുസുക്കി നിരയിലേക്ക് പ്രവേശിക്കുന്നു. മിനി SUV ഇമേജ് നൽകുന്ന ഈ കാറിന് നിവർന്ന പില്ലറും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസുമുണ്ട്. വിറ്റാര ബ്രീസയുമായി സാമ്യമുള്ള മുൻഭാഗമാണ്. ക്രോം ടൂത്ത് ഗ്രില്ലും ചതുരാകൃതിയിലുള്ള ഹെഡ്ലാമ്പുകളും ബ്രീസയുടെ സാമ്യതകൾ പങ്കിടുന്നു. വശങ്ങളിൽ വിൻഡോകളെ ഉയർത്തിക്കാട്ടുന്ന തരത്തിലുള്ള ബോഡി ക്ലാഡിംഗ് കമ്പനി ഒഴിവാക്കി. 67 bhp കരുത്തും 90 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന മാരുതി സുസുക്കിയുടെ കേറ്റൻ എഞ്ചിനാണ് എസ്പ്രസോയുടെ കരുത്ത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് അടിസ്ഥാനപരമായി വാഹനത്തിൽ വരുന്നത്. AMD ഓപ്ഷനും നിർമ്മാതാക്കൾ നൽകുന്നു. ബേസ് പതിപ്പായ LXi ലിറ്ററിന് 21.4 കിലോമീറ്റർ ആണ് ARI സാക്ഷ്യപ്പെടുത്തുന്ന മൈലേജ്. ഉയർന്ന VXi പ്ലസ് പതിപ്പുകൾക്ക് 21.7 കിലോമീറ്ററും ലഭിക്കുന്നു. എസ്പ്രസോയുടെ ഇന്റീരിയറുകൾ ശ്രേണിയിലെ മറ്റു മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യം മുതൽ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവുമാണ് ഡാഷിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. മധ്യഭാഗത്ത് ഒരൊറ്റ യൂണിറ്റായി ഇവ സംയോജിപ്പിച്ചിരിക്കുന്നു. കറുത്ത നിറത്തിൽ ഒരുക്കിയിരിക്കുന്ന വാഹനത്തിന്റെ അകത്തളത്തിൽ ഡാഷ്ബോർഡിലും സൈഡ് AC വെന്റുകളിലും ഓറഞ്ച് ഘടകങ്ങൾ നൽകി. ആൾട്ടോ കേറ്റനിൽ നിന്ന് വ്യത്യസ്തമായി എസ്പ്രസോയ്ക്ക് പിന്നിൽ പവർ വിൻഡോകളും കേന്ദ്രീകൃതമായി ഘടിപ്പിച്ച ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും മാരുതി സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോയോട് കൂടിയ ടച്ച് സ്ക്രീൻ സിസ്റ്റം, ഇരട്ട ഫ്രണ്ട് എയർ ബാഗുകൾ, USB, 12 വോൾട്ട് സ്വിച്ച്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ എന്നിവ ലഭിക്കുന്നു. ഡ്രൈവർ, കോ ഡ്രൈവർ സൈഡ് എയർ ബാഗ്, സ്പീഡ് സെൻസിറ്റീവ് ഓട്ടോ ഡോർ ലോക്ക്, ABS പ്ലസ് EBD, സ്പീഡ് അലേർട്ട് സിസ്റ്റം, ഇമ്മൊബിലൈസർ, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, പിൻ പാർക്കിംഗ് സെൻസറുകൾ കൂടാതെ ചൈൽഡ് ഡോർ ലോക്ക്, സെൻട്രൽ ഡോർ ലോക്കിംഗ്, ഫോഴ്സ് ലിമിറ്റഡുള്ള സീറ്റ് പ്രീ ടെൻഷനർ, ഡോർ അജാർ, ലോ ഫ്യൂവൽ അലേർട്ട് എന്നിവ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് യൂണിറ്റിൽ പ്രദർശിപ്പിക്കുന്നു.